എല്ലാവർക്കും നമസ്കാരം. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ചേട്ടാ എനിക്ക് വായിക്കാൻ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ഈ വായനാശീലം തുടങ്ങുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്, ഞാൻ എങ്ങനെയാണ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ ഏത് തരം പുസ്തകങ്ങൾ വെച്ചിട്ടാണ് തുടങ്ങേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അവരോടൊക്കെ ഞാൻ പറയും, നിങ്ങൾ ഒരുപാട് ഗഹനമായ പുസ്തകങ്ങളൊന്നും ആദ്യമേ വായിക്കരുത്. വളരെ ലളിതമായ, നിങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന, എന്നാൽ ആസ്വദിക്കാനും പറ്റുന്ന നല്ല പുസ്തകങ്ങൾ നിങ്ങൾ വെച്ച് തുടങ്ങുക. സാവകാശം നിങ്ങൾ അതിൻ്റെ ആ വായിക്കുന്ന പുസ്തകങ്ങളുടെ ആ ഒരു ആഴം കൂട്ടിക്കൊണ്ട് വരിക. അങ്ങനെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ആ വായന എന്ന് പറഞ്ഞ പ്രക്രിയയുമായിട്ട് പൊരുത്തപ്പെടാനും മുമ്പോട്ട് പോകാനും സാധിക്കും എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കും, അങ്ങനെ ഒരു പുസ്തകം താങ്കൾക്ക് സജസ്റ്റ് ചെയ്യാമോ? അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില പുസ്തകങ്ങളുണ്ട്. വളരെ സിമ്പിളായിട്ട് വായിച്ചു തുടങ്ങാവുന്ന, അതേസമയം ആസ്വദിച്ച് വായിക്കാവുന്ന, ഒരു സിനിമ കാണുന്ന എഫക്റ്റോട് കൂടി തന്നെ വായിക്കാവുന്ന ചില പുസ്തകങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പുസ്തകം ഞാനിപ്പോൾ നിങ്ങൾക്ക് കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാകും. ഇപ്പോൾ ആ പുസ്തകം വളരെ ട്രെൻഡിങ് ആണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ബെസ്റ്റ് സെല്ലറുകളിൽ 50 പുസ്തകങ്ങളുടെ പട്ടികയിൽ ഈ പുസ്തകം സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതൊരു മലയാള പുസ്തകമാണ്. മലയാളത്തിലെ ഒരു ചെറുപ്പക്കാരൻ, ഏകദേശം ഒരു 30 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ എഴുതിയ ഒരു മനോഹരമായ ഒരു നോവലാണ് ആ പുസ്തകം. ആ നോവലാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. റാം കെയർ ഓഫ് ആനന്ദി, ഇതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള റെഫറൻസസ് കിട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട റിവ്യൂ വീഡിയോസ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് ഇത് വായിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങളൊരു വായനാശീലം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യമേ തിരഞ്ഞെടുക്കാവുന്ന ഒരു പുസ്തകങ്ങളിൽ പെട്ട ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഈ നോവൽ. പ്രിയ സുഹൃത്ത് അഖിൽ പി ധർമ്മജനാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ദൃശ്യപരത എന്ന് ഞാൻ പറയും ഒറ്റ വാക്കിൽ. അതായത് നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്ക് എന്ത് ഫീലാണോ കിട്ടുന്നത്, നമ്മൾ ആ കാഴ്ചകൾ തന്നെ കാണുന്നു, ആ ഓരോ രംഗങ്ങളും നമ്മുടെ മുമ്പിലൂടെ തന്നെ കടന്നു പോകുന്നു. ഒരു തിരശ്ശീലയിൽ സിനിമ കാണുന്ന ഒരു എഫക്റ്റാണ് ഈ നോവൽ വായിക്കുമ്പോൾ കിട്ടുന്നത്. ഇത് വളരെ ലളിതമായ ഒരു നോവലാണ്, എന്നാൽ വളരെ ഗൗരവമേറിയൊരു വിഷയമാണ് ഇതിൻ്റെ ഒരു അന്തസത്തയായിട്ട് കുടികൊള്ളുന്നത്. ഞാൻ ഈ നോവലിൻ്റെ ഒരു ചുരുക്കം, ഇതിൻ്റെ ആ ഒരു കഥാസാരം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അതിനുശേഷം നിങ്ങൾ ഇതിൽ വായിക്കണോ വേണ്ടതെന്ന് തീരുമാനിച്ചാൽ മതി. റാം എന്നു പേരുള്ള മലയാളിയായ ഒരു ചെറുപ്പക്കാരൻ, അയാൾക്ക് സിനിമ പഠിച്ചിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു നല്ലൊരു സംവിധായകനാവണം, തിരക്കഥാകൃത്താവണം എന്നാണ് അയാളുടെ ആഗ്രഹം. അപ്പോൾ അയാൾ സിനിമ പഠിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിലോട്ട് വരികയാണ്. ചെന്നൈയിൽ അയാളൊരു നല്ലൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇയാൾ ഒരു കോഴ്സിന് ചേരുന്നു, ഫിലിം ഡയറക്ഷൻ കോഴ്സിന് ചേരുന്നു. അവിടെ വെച്ച് ഇയാൾ ചില പുതിയ കഥാപാത്രങ്ങളെ പരിചയപ്പെടുകയാണ്. അവരാണ് ഈ ആനന്ദിയും രേഷ്മയും വെട്രിയുമെല്ലാം. ഇവരൊക്കെ അവിടെ വെച്ച് ഇയാൾക്ക് കിട്ടുന്ന പുതിയ സൗഹൃദങ്ങളാണ്. അവിടെ ഇയാളൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. ആ വാടക വീട്ടിൻ്റെ ഹൗസ് ഓണറാണ് പാട്ടി എന്ന് വിളിക്കപ്പെടുന്ന ഒരു മുത്തശ്ശി കഥാപാത്രം. വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്യാരക്ടറാണ് ഈ പാട്ടിയുടെ ക്യാരക്ടർ. അതുപോലെ ഇയാൾ ഈ വീട്ടിൽ നിന്ന് ഇയാൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നത് മെട്രോ ട്രെയിൻ കയറിയിട്ടാണ്. ചെന്നൈ മെട്രോ ട്രെയിനിൽ കയറിയിട്ടാണ് ഇദ്ദേഹം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എല്ലാ ദിവസവും വരികയും പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ആ യാത്രാ മധ്യേ ഇദ്ദേഹം പരിചയപ്പെടുന്ന ഒരു ട്രാൻസ്ജെൻഡർ ലേഡിയാണ് മല്ലി. മല്ലിയുമായിട്ട് ആദ്യം മല്ലി ആദ്യമൊക്കെ പരിചയപ്പെടുത്തുന്നത് ഒരു വില്ലൻ ക്യാരക്ടറെ പോലെയാണ്, ഒരു വില്ലത്തിയെ പോലെ പരിചയപ്പെടുത്തി ക്രമേണ അത് നമ്മുടെ ഒരു ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ക്യാരക്ടറാക്കിയിട്ടാണ് ഈ നോവലിൽ അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്, മല്ലി എന്ന് പറയുന്ന ക്യാരക്ടറിനെ. അതുപോലെ തന്നെ നമ്മളിതിലെ നായക കഥാപാത്രമായ റാം, നമ്മുടെ ഒരു ടിപ്പിക്കൽ ഒരു മലയാളി യുവാവിൻ്റെ എല്ലാ ബലഹീനതകളും എല്ലാ മേന്മകളുമുള്ള ഒരു ടിപ്പിക്കൽ മലയാളി ചെറുപ്പക്കാരൻ. ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന, നമ്മുടെ അയൽവക്കത്ത് കാണുന്ന ഒരു ടിപ്പിക്കൽ മലയാളി ചെറുപ്പക്കാരനാണ് നമ്മുടെ നായകനായിട്ടുള്ള റാം എന്ന് പറയുന്ന ക്യാരക്ടർ. വളരെ അംബീഷ്യസ് ആണ്. അതേസമയം ആനന്ദി എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ ആദ്യം വിചാരിക്കും നമ്മളൊരു നായിക എന്ന് പറയുമ്പോൾ ഒരു പേരിന് വേണ്ടി ഒരു നായികയാക്കിയിട്ടാണ് ഈ കുട്ടിയെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വിചാരിക്കും. പക്ഷെ പിന്നീടാണ് ഇതിൻ്റെ ആ നായികയുടെ ഫ്ലാഷ് ബാക്ക് പറയുന്നിടത്താണ് നമ്മൾ ഞെട്ടിച്ച് കളയുന്നത്. അതുപോലെ തന്നെ ഇതിനെ ഈ നോവലിന്, ഈ കഥാപാത്രത്തിൻ്റെ സൃഷ്ടിയിൽ, അതേപോലെ ഈ നോവലിൻ്റെ ഒരു മുന്നോട്ടുള്ളൊരു ഒഴുക്കിന് ഏറ്റവും ഉപോത്ബലകമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടിയുടെ ക്യാരക്ടർ, അതുപോലെ വെട്രി, രേഷ്മ മുതലായിട്ടുള്ള ഒരുപാട് ക്യാരക്ടറുകൾ. ഇതിൽ ഒരുപാട് ഗഹനമായ വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അത് നമ്മളെ ഏച്ച് കെട്ടിയതുപോലെ അല്ലാതെ നമ്മുടെ വായനയുടെ ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ ഒരുപാട് നല്ല വിഷയങ്ങൾ അഖിൽ പി ധർമ്മജൻ എന്ന നോവലിസ്റ്റ് ഇതിലേക്ക് വളരെ കൃത്യമായിട്ട് എടുത്തു ചേർത്തിട്ടുണ്ട്. ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൻ്റെ ഭീകരമായ മുഖങ്ങളാണ് ഇതിൻ്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ വരുന്നത്.
ഈ നോവലിൻ്റെ ഒരു പകുതി വരെ, ഏതാണ്ട് ഒരു പകുതി പേജുകൾ വരെ നമുക്ക് വളരെ സരസമായിട്ട് ചെന്നൈയും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ജീവിതാനുഭവങ്ങളും, ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവർ ആ ഫിലിം പഠിക്കുന്ന രീതി, ആ ട്രെയിനിലുള്ള യാത്ര, ട്രെയിനിൽ വെച്ച് പരിചയപ്പെടുന്ന ആളുകൾ, ചെന്നൈയിൽ വെച്ചൊരു നായകനക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ, പിന്നെ അങ്ങനെ രസകരമായ സംഭവങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇവരെ ഈ നായികയും അവരുടെ ആ ടീമിനെ അവർ വഴക്കടിക്കുന്നു, ആ സമയത്ത് ഒരു തേനീച്ചക്കൂട് ഇളകിയിട്ട് തേനീച്ചകൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നു. അങ്ങനത്തെ നല്ല രസകരമായിട്ടുള്ള ഒരുപാട് രംഗങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ ആദ്യ പകുതി അങ്ങോട്ട് അവസാനിച്ച് രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ, പ്രത്യേകിച്ച് നായികയുടെ ഫ്ലാഷ് ബാക്കിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് വളരെ ഞെട്ടിക്കുന്ന ഒരുപാട് വിവരങ്ങൾ നമുക്ക് വരുന്നത്. അതായത് പൊളിറ്റിക്സിനെ എത്രയും നമ്മൾ അറിയാത്ത ഒരുപാട് മുഖം, ഇപ്പോൾ ശ്രീലങ്കൻ പൊളിറ്റിക്സിനൊക്കെ ഒരുപാട് നമ്മൾ അറിയാത്ത ഒരുപാട് മുഖങ്ങളെ, ഒരുപാട് തലങ്ങളെ സ്പർശിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മൾ അറിയാതെ പോയ ഒരുപാട് ഭീകരതയെ, അതായത് ശ്രീലങ്കൻ സൈന്യം അവിടുത്തെ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി ചെയ്തു കൂട്ടിയ ഒരുപാട് കൊടും ക്രൂരകൃത്യങ്ങളുടെ ഒരു മുഖംമൂടി അഴിച്ച് അതിനെ നമുക്ക് മുമ്പിൽ തന്നെ ആവരണം ചെയ്തിടുകയാണ് അഖിൽ പി ധർമ്മജൻ ചെയ്യുന്നത്. ഒരു പൈങ്കിളി നോവൽ പോലെ തുടങ്ങിയിട്ട് അവസാനം ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യൻ നോവലുകളിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ട് ശ്രീലങ്കൻ രാഷ്ട്രീയത്തിന് അവതരിപ്പിച്ചൊരു നോവലായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അവിടെ നിന്നുള്ള കൂട്ടപ്പലായനം, ഫോർ എക്സാമ്പിൾ നായികയെ ഒരു സേഫായ ഒരു സ്ഥലത്തേക്ക്, എന്തായാലും അവൾക്ക് ഇന്ത്യയിലധികം കാലം നിൽക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വരുന്ന സമയത്ത് ഈ ബാക്കി നായകനടക്കമുള്ള എല്ലാ കഥാപാത്രങ്ങളോട് ചേർന്നിട്ട് അവളെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി പെടുന്ന പാടുകളും കഷ്ടപ്പാടുകളും ഒക്കെ വളരെ നന്നായിട്ട് തന്നെ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല നായകനും നായികയും തമ്മിലുള്ള പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല. നായകനക്ക് നായികയോട് പ്രണയമുണ്ട്, പക്ഷേ നായികയ്ക്ക് ചില പരിമിതികളും കാണിക്കുന്നുണ്ട്. അതിനുള്ള റീസൺസ് ഒക്കെ പറയുന്നതൊക്കെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള റീസൺസ് ആണ് പറയുന്നത്. ഇവർ തമ്മിൽ പരിചയപ്പെടുന്നതും വഴക്കടിച്ചുകൊണ്ട് പരിചയപ്പെടുന്ന ഇവർ തമ്മിൽ അടുക്കുന്നതും, പിന്നെ ഇവരുടെ ഇടയിൽ ഒരു സ്വകാര്യമായിട്ടുള്ളൊരു പ്രണയം ഇങ്ങനെ മുട്ടിട്ട് വിടുന്നതുമായിട്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വളരെ ഒരു തന്മയത്വത്തോടു കൂടി തന്നെയാണ് നോവലിസ്റ്റ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എവിടെയും തന്നെ നമുക്കൊരു സിനിമാറ്റിക് ആക്കണമെന്ന് വെച്ചുകൊണ്ട് ഒരു ഫോഴ്സിബിളായിട്ട് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നില്ല. സിനിമ കാണുന്ന ഒരു പ്രതീതിയുണ്ട്, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ആ പ്രണയം മുട്ടിടുന്ന രംഗങ്ങളും ഒക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷെ അതിനും ഒരു മനോഹാരിത, ഒരു നോവലിൻ്റെതായിട്ടുള്ള ഒരു ദൃശ്യചാരുത ഈ നോവലിസ്റ്റ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ ഒരുമിച്ചുള്ള യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ വരുന്നതും, ആ യാത്രകൾ അവസാനം ഇവരുടെ തമ്മിൽ കൂടുതൽ അടുക്കാനും പരസ്പരമുള്ള തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങി ഒരുപാട് മാനസികമായിട്ട് ഇവർ അടുക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതൊക്കെ വളരെ ഭംഗിയായിട്ട് ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റ ഇരിപ്പിലാണ് ഈ നോവൽ വായിച്ചു തീർത്തത്. ഞാൻ എൻ്റെ വൈഫിന് ഈ നോവൽ വായിക്കാൻ കൊടുത്തു. കാരണം എനിക്ക് അവളും ഈ വായനാശീലം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞാൻ അവൾ കൊടുത്തു. അവളും വളരെ പെട്ടെന്ന് തന്നെ ഒരു 2 ദിവസം കൊണ്ട് മറ്റൊരു മൊത്തം നോവൽ, ഇത്രയും പേജുള്ള ഒരു നോവൽ അവൾ വായിച്ചു തീർത്തു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഗതി. ഇതിൽ ഒരു വളച്ചുകെട്ടലോ വക്രോക്തികളോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ, നല്ല ഒഴുക്കുള്ളൊരു ഭാഷയിൽ ഒരു സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതുന്ന അതേ ഒരു ചിട്ടവട്ടങ്ങളോട് കൂടി തന്നെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ദൃശ്യവൽക്കരിച്ച് വെച്ചിരിക്കുകയാണ് ഈ നോവലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ല നോവലാണ്. ഒരേ സമയം നമുക്കിതിൽ വിനോദവുമുണ്ട്, വിജ്ഞാനവുമുണ്ട്. അതേസമയം നമ്മളിങ്ങനെ പിടിച്ചിരുത്തി നമ്മളെ ഹൂക്കിട്ടിട്ട് അടുത്തെന്ത് സംഭവിക്കും എന്ന് പറയുന്ന ആ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ പോലീസിൻ്റെ അട്രോസിറ്റീസ് ചില രംഗത്ത് ഇത് കടന്നു വരുന്നുണ്ട്. പോലീസുകാർ ഇപ്പോൾ പകലിൽ മാന്യന്മാരായിട്ട് നടക്കുന്ന, നിയമപരമായിട്ട് നടക്കുന്ന ആളുകൾ ഇരുട്ടിൻ്റെ മറവിൽ അവരുടെ യഥാർത്ഥ തനിനിറം പുറത്തു വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് വരുന്നുണ്ട്. മല്ലി എന്ന് പറയുന്ന ആ ഒരു ട്രാൻസ്ജെൻഡർ ക്യാരക്ടർ അതിനെ ഒരു വില്ലത്തിയെ പോലെ കൊണ്ടുവന്നിട്ട് അവരുടേതായിട്ടുള്ള ദുഃഖങ്ങളിൽ അവരുടെ പേഴ്സണൽ ആ ഒരു മേഖലയെ സ്പർശിച്ചുകൊണ്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് പരിചയപ്പെടുത്തിരുന്നുണ്ട്. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ നായകനായ റാമിന് മല്ലിയോട് തോന്നുന്ന ഒരു അനുകമ്പ, ഒരു സാഹോദര്യ സ്നേഹം, അത് നമുക്ക് ഈ മല്ലിയോട് നമുക്കും തോന്നും. വായനക്കാർക്കും ആ ഒരു ഫീൽ ഓരോ ക്യാരക്ടറിനോടും, അത് മല്ലിയോട് മാത്രമല്ല, മല്ലിയോടും ആനന്ദിയോടും റാമിനോടുമൊക്കെ അവരുടെ ആ ജീവിത പശ്ചാത്തലത്തിലുള്ള അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ കുറിച്ച് ഓർത്തിട്ടുള്ള നമുക്ക് തോന്നുന്നൊരു സ്നേഹമുണ്ട്, ഒരു വാത്സല്യമുണ്ട്, ആ ഒരു മാനസികമായൊരു ഇഴയടുപ്പമുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും ഓരോ ക്യാരക്ടറിനോടും തോന്നുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടിയുടെ കാറ് ഒക്കെ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. നമ്മൾ പറയുന്ന പോലെ ചില ജീവനുള്ള മനുഷ്യർക്ക് മാത്രമല്ല, ജീവനില്ലാത്ത കാറ് പോലുള്ള വസ്തുക്കൾക്ക് പോലും ഈ ഒരു നോവലിൽ വളരെ വലിയൊരു സ്ഥാനം നോവലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ ബ്രില്യൻ്റ്ലി എഴുതിയ ഒരു നോവലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ഈ നോവലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. പറഞ്ഞാൽ തീരാത്ത ഒരു പ്രത്യേകതയുള്ളൊരു നോവലായിട്ടാണ് ഇതിന് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ വായനാശീലം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു തുടങ്ങാൻ പറ്റിയ ഒരു നല്ലൊരു പുസ്തകമാണ് ഈ പറയുന്ന റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഈ നോവല്. അതുപോലെ നിങ്ങൾ ഓൾറെഡി വായനാശീലമുള്ള ആളാണെങ്കിൽ പോലും നിങ്ങളുടെ ആ വായനയെ പരിപോഷിപ്പിക്കാൻ അതൊരു കുറച്ചും കൂടി ഒരു എൻജോയബിൾ ആയിട്ടുള്ള റീഡിങ്ങിന് പറ്റിയൊരു പുസ്തകമാണ് തന്നെയാണ് റാം കെയർ ഓഫ് ആനന്ദി. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി വായിച്ചു നോക്കുക.
ഈ നോവൽ നിങ്ങൾക്ക് DC ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വില ഏകദേശം 380 രൂപയാണ് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ഈ പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നല്ല ആസ്വദിച്ച് വായിക്കാവുന്ന, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കോപ്പി വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വായിച്ചിട്ട് എല്ലാവർക്കും കൈമാറി വീട്ടിലെല്ലാവർക്കും തന്നെ വായിക്കാവുന്ന, പ്രായഭേദമന്യേ എല്ലാവർക്കും വായിക്കാവുന്ന നല്ലൊരു നോവലാണ്. മികച്ച ഒരു ആഖ്യാന ശൈലിയാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ നോവൽ ഇന്ന് ഏറ്റവും കൂടുതൽ വാഴ്ത്തപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകങ്ങളുടെ പട്ടികയിൽ, അങ്ങനെ 50 പുസ്തകങ്ങളുടെ പട്ടികയിൽ നമ്മുടെ ഏകദേശം ഒരു 15ാം സ്ഥാനത്താണ് ഈ പുസ്തകത്തിൻ്റെ സ്ഥാനമെന്ന് പറയുമ്പോൾ തന്നെ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. എന്തായാലും അഖിൽ പി ധർമ്മജന് ഇത് ഇനിയും ഒരുപാട് നല്ല പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകം അടുത്ത് തന്നെ സിനിമയാവാൻ പോവുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് റാമായിട്ടും ആനന്ദിയായിട്ടും പാട്ടിയായിട്ടും രേഷ്മയായിട്ടും വെട്രിയായിട്ടും മല്ലിയായിട്ടും ഒക്കെ അഭിനയിക്കാൻ പോകുന്നതെന്ന് അറിയാൻ നല്ല ആകാംക്ഷയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് സിനിമയായി കഴിയുമ്പോൾ നമുക്കിത് കാണണം. പക്ഷേ സിനിമ തിരശ്ശീലയിൽ കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൻ്റെ തിരശ്ശീലയിൽ ആ പടം ഓടിക്കാനുള്ള ചാൻസാണ് ഈ നോവലിൻ്റെ വായന. എല്ലാവരും വായിക്കുക, എൻജോയ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു ദ നെക്സ്റ്റ് വീഡിയോ.